സമയം ഇപ്പം രാവിലെ 5 മണിയായിട്ടുണ്ടേ. 5 മണി കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റ് വന്ന് നേരെ ഡോറ് തുറന്നപ്പം നല്ല തണുത്ത കാറ്റങ്ങോട്ട് അടിച്ചു കേട്ടോ. മഴക്കോളൊക്കെ ഉണ്ട്. പാത്രം കഴുകി ഞാൻ വെളിയിലാണ് വെക്കുന്നത് വെള്ളം തോരാനായിട്ട്. അങ്ങനെ രാവിലെ വേണ്ടുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇന്നലെ രാത്രിയിൽ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെക്കാനാണേ. കുക്കറിൽ വെച്ചാൽ മതി, പക്ഷേ ഞാൻ ഗ്യാസിൽ വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇൻഡക്ഷൻ കുക്കറിലാണേ വെക്കുന്നത്. അപ്പം അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പണിയാവും കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പുറത്തെടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ നിന്ന്. പിന്നെ അരി ഇടാനായിട്ട് പോവാം കേട്ടോ. ചോറ് നീലൂസിനും എനിക്കും മതി ഉച്ചക്കലത്തേന്. ചേട്ടായി ഉച്ചയ്ക്ക് വരത്തില്ല. അപ്പോൾ അങ്ങനെയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ചോറ് ഞാൻ ബാലൻസ് ഉള്ളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാൻ മറന്നുപോയി. എന്തൊരു മന്ദബുദ്ധിത്തരമാണ് കാണിക്കുന്നത്. മറന്നുപോയതാ കേട്ടോ ഞാൻ എടുത്ത് വയ്ക്കാനായിട്ട്. ഞാൻ രാവിലെ ആയപ്പം ഭയങ്കര സ്മെല്ലൊക്കെ ആയിട്ട് ഞാനതെടുത്ത് കളഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ മണ്ടത്തരത്തിനല്ലേ അങ്ങനെ എടുത്ത് കളയേണ്ടി വന്നേ. അതെൻ്റെ തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അത് കളഞ്ഞു. പിന്നെ ഇന്നത്തേനുള്ള അരി ഇട്ടു. അങ്ങനെ ഇന്ന് വ്യാഴാഴ്ചയാണേ. നാളെ ഒരു ദിവസം കൂടെ ലഞ്ചും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ 2 ദിവസം റെസ്റ്റ് എനിക്ക്. അടിപൊളി, താമസിച്ച് എഴുന്നേറ്റാൽ മതിയല്ലോ. അങ്ങനെ സോയാബീൻസ് ഫ്രൈ ചെയ്ത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഉച്ചയ്ക്ക്, എരി കുറച്ചിട്ട്. അപ്പോൾ 1 ഗ്ലാസ് സോയ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം. നല്ല തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് വയ്ക്കണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മളൊരു ഷോന്ന് എന്താ പറയുക, ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. കുറേ പേര് ക്ലീനിങ് വീഡിയോ ഇടുന്നില്ലേ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആ ക്ലീനിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ളത് അങ്ങ് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുപ്പൊഴിയുന്നതിനനുസരിച്ച് പെട്ടെന്ന് നമുക്കങ്ങ് ചെയ്യാമല്ലോ. 7 മണിയാകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ. 7 മണിയാകുമ്പോഴത്തേനും അടുക്കളയിലെല്ലാം പ്രിപ്പയർ ആക്കിയിട്ട് പാക്കൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നീലൂസിനെ പോയി ഉണർത്താനായിട്ട് പോകും കേട്ടോ. അതിത്തിരി സമയമെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിയുടെ ഇടയ്ക്ക് വേറൊരു പരിപാടിയും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ പരിപാടികളും അതിനു മുമ്പ് ചെയ്ത് തീർക്കണം എന്നതാണ് എൻ്റെ പോളിസി. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ചായ ഇടുവാണ് കേട്ടോ. എനിക്കൊരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വയറ് കത്തും. എന്താ പറയുക, മധുരം ഇട്ടിട്ടില്ല കേട്ടോ, ഷുഗർ കട്ടാണ്. കുറച്ച് ദിവസം കൊണ്ട് ഷുഗർ കട്ടാണ് കേട്ടോ. എപ്പോഴാണ് ഈ മധുരം ഇട്ടൊരു ചായയൊക്കെ കുടിക്കാനായിട്ട് തോന്നുന്നതെന്ന് അറിയത്തില്ല, അപ്പോഴും കുടിക്കാം. ഇപ്പം എന്തായാലും ഷുഗർ കട്ടാണെന്നുള്ള ഇതിൽ അങ്ങ് പോവാണ്. അങ്ങനെ മധുരം ഇടാതെ ഒരു ചായയൊക്കെ ഒഴിച്ച് അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ അങ്ങോട്ടും ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ ചായ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ലഞ്ചൊക്കെ പ്രിപ്പയറാക്കി കുട്ടീസ് എല്ലാവരും സ്കൂളിലൊക്കെ പോയി കാണുമല്ലോ. നീലൂസ് ഇവിടെ 8:20 ആകുമ്പോഴത്തേനും നീലൂസിൻ്റെ വണ്ടി വരും കേട്ടോ. അങ്ങനെ അവൻ പോവും. പിന്നെ വൈകിട്ട് 3 മണിയാകുമ്പോഴാണ് തിരിച്ച് വരുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറും പപ്പടമാണ് കേട്ടോ എടുക്കാനായിട്ട് തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നീലൂസിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ 10:30 കഴിക്കാനായിട്ട് കൊടുത്തു വിടും. രാവിലെ അങ്ങനെ 8 മണിക്ക് മുമ്പ് അവനങ്ങനെ കഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ ദാ എൻ്റെ ചായയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇനി കുടിച്ച് പയ്യെ കുടിക്കാം. ഓരോന്നിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുടിക്കാം. എവിടെയെങ്കിലും ഇരുന്നൊന്നും കുടിക്കാനായിട്ടൊന്നും സമയമൊന്നുമില്ല. പിന്നെ പുട്ടുപൊടി നേരത്തെ എടുത്തത് ഫ്രിഡ്ജിലിരുന്ന കുറച്ച് കുഴച്ച മാവായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബാക്കി ഇനി കുഴച്ചെടുക്കണം. അപ്പോൾ പുട്ട് രാവിലെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ടേ. അങ്ങനെ പുട്ടും കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുള്ളതും ആവുമല്ലോ. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തപ്പം അതിൽ നിന്ന് വെള്ളം വീഴുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, കേടായ തേങ്ങയായിരിക്കും, ഇനി ഇത് ചീത്തയായോ, ഈ ഒരു തേങ്ങ കളയേണ്ടി വരുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ട് ഞാനിങ്ങനെ പുറമേ ഉള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് പൊട്ടിച്ചെടുക്കാനായിട്ട് പോവാട്ടോ. അപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. തേങ്ങയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, തേങ്ങ നല്ല തേങ്ങയായിരുന്നു, അകത്ത് നല്ല തേങ്ങ. അങ്ങനെ ഞാൻ അത് പൊട്ടിച്ചെടുത്ത് തിരുമ്മിയെടുത്തു. ചെറുതായിട്ട് നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കോളും കയറി വന്നായിരുന്നു, പക്ഷേ മഴയൊന്നും പെയ്തില്ല. ഇപ്പം ദാ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയമെന്ന് പറയുന്നത് 11:30 ആയിട്ടുണ്ടേ. ഇപ്പം ദാ നല്ല മഴ പെയ്യുന്നു ഇവിടെ.
രാവിലെ ഒന്നും മഴയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നീലൂസ് പോകുന്ന സമയത്ത് മഴയില്ലാത്തത് എന്തായാലും കാര്യമാണ്. ഇല്ലെങ്കിൽ അവൻ നനയുമല്ലോ, യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ കുളമാവുമല്ലോ. അങ്ങനെ പിന്നെ സ്നാക്സായിട്ട് ഞാനിന്ന് കൊടുക്കുന്നത് അവലാണ് കേട്ടോ. അവലും ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ആക്കിയിട്ട് അതാണ് വൈകിട്ട് കഴിക്കാനായിട്ട് കൊടുത്തു വിടുന്നത്. അത് കഴിക്കാറില്ല. ഇപ്പം തുടങ്ങിയതേ ഉള്ളതുകൊണ്ട് ഇപ്പം ഒരാഴ്ച 2 ആഴ്ചയോളം ആവാറായതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 2 മണിയോ 2:15 വരെ എങ്ങാണ്ടേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഇതാ രാവിലെ എൻ്റെ സ്പൈഡർമാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ചേട്ടായി പുതിയ സ്പൈഡർമാൻ്റെ ഉടുപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഉണർന്നിപ്പോൾ 6 മണിയായിട്ടുണ്ട് കേട്ടോ ഇവ എണീറ്റ് വന്നപ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ അവനെ കൊണ്ടുപോയി കിടത്തി. 7 മണി 7:15 ആയിട്ട് അവൻ എണീറ്റാൽ മതി. അപ്പോഴത്തേനും റെഡിയാക്കി നിർത്തിയാൽ മതി. 8:20 ആകുമ്പോഴേ എന്തായാലും വണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഈ 7 മണിക്ക് എന്തിനാ ഉണർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയ്യെ വെപ്രാളം പിടിപ്പിക്കാതെ ചെയ്യണം. എനിക്കാണെങ്കിൽ ഒരു കാര്യം വെപ്രാളപ്പെട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എന്തോ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് സമാധാനത്തിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും കുഴപ്പമില്ല, സമാധാനത്തിൽ പയ്യെ ഓരോന്നും നമ്മളിങ്ങനെ ചെയ്യണം, കൂളായിട്ട് ചെയ്യണം. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അവനെയും 7 മണിക്ക് 7:15 ആകുമ്പോഴത്തേനും എഴുന്നേൽപ്പിക്കും കേട്ടോ. അപ്പം പയ്യെ എഴുന്നേറ്റ് ഒന്ന് കൊഞ്ചിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് പിന്നെ പയ്യെ പല്ല് തേക്കാനായിട്ട് കൊണ്ടുപോകും. പല്ല് തേക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പല്ല് തേച്ച് കഴിയുമ്പോൾ പിന്നെ പയ്യെ ഉടുപ്പൊക്കെ മാറി കുളിക്കാനായിട്ട് കയറാനൊക്കെ പറയും. അങ്ങനെ സമാധാനത്തിലാണ് കേട്ടോ ഞാൻ അവനെ ഓരോന്നും രാവിലെ ചെയ്യിക്കുന്നത്. അപ്പം 8 മണിയാകുമ്പോഴത്തേനും അവനെ റെഡിയാക്കി എടുക്കും. പിന്നെ കഴിക്കാനായിട്ട് കൊടുക്കും. കഴിക്കാൻ അങ്ങനെ അധികം കഴിക്കത്തില്ല. നമുക്കൊരു സമാധാനത്തിന് നമ്മളൊന്നും കൊടുത്തില്ല എന്നുള്ളൊരു വിഷമം വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കും കേട്ടോ. പിന്നെ അവന് വേണ്ടാന്ന് പറയുമ്പോൾ ഓക്കെ വേണ്ട എന്ന് പറയും. എന്തായാലും കൊടുത്തു വിടുന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാനീ പുറത്ത് പോയിട്ട് നിൽക്കുന്ന എന്തെന്നറിയോ, കാക്കകൾ വരും കേട്ടോ. ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും കാക്കകൾ വരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കാനായിട്ട്. നമ്മുടെ തലവെട്ടം കണ്ടു കഴിഞ്ഞാൽ അവിടെ വന്ന് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കും കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി കേക്ക് ഇരുന്നത് എടുത്ത് കൊടുത്തു. അങ്ങനെ കുറേ പേര് വന്ന് കേക്കൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ എന്താ ചീര തോരൻ വെക്കാനായിട്ട് പോവാം കേട്ടോ. പകുതി എടുക്കുന്നുള്ളൂ, പകുതി നാളത്തേന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചീര തോരൻ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നീലൂസിന് ഇന്ന് ലഞ്ച് സവാള വഴറ്റി അതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കിയിട്ട് അതിലോട്ട് ഈ ചീര തോരനും കുറച്ചിട്ടിട്ട് അവനാവശ്യത്തിനുള്ള ചോറും ഇട്ട് മിക്സാക്കി ഇളക്കി അത് കൊടുത്തു വിടാനാണ് കേട്ടോ. ചീര മുട്ടച്ചോറ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അത് കൊടുത്തു വിടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ സോയ ഫ്രൈയും പപ്പടവും. ഇതാണ് നീലൂസിൻ്റെ ഇന്നത്തെ ലഞ്ച്. ടിഫിൻ പുട്ടും പയറും തന്നെയാണ് കേട്ടോ. പുട്ടും പയറും പപ്പടം അത് തന്നെയാണ് ടിഫിനായിട്ട് കൊടുത്തു വിടുന്നത്. പയർ ഞാൻ കടുക് വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മോർണിംഗ് കാര്യങ്ങൾ. ഓരോ ദിവസവും ഓരോ ഡിഷസാണ് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്നതൊക്കെ എന്നും രാവിലെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കും, ശനിയും ഞായറും ഒഴിച്ച്. ശനി ഞായർ സ്കൂളിൽ പോകണ്ടല്ലോ, അന്ന് ഞാൻ താമസിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്. ഒരു 8 മണി 8:30 ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി. പക്ഷേ നീലൂസിന് സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. ഞാൻ പയ്യെയാണ് ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം എടുക്കും. കുറേ നേരത്തെ എഴുന്നേറ്റാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്യണം. എനിക്കതാണ് ഇഷ്ടം. വെപ്രാളപ്പെട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും രാവിലെ എഴുന്നേൽക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോഴത്തേനും എഴുന്നേറ്റാലും മതി. ചടപടയെന്ന് ഇതെടുത്ത് ഓടി മറിഞ്ഞ് വെപ്രാളപ്പെട്ട് ടെൻഷൻ അടിച്ച് എനിക്ക് ആലോചിക്കാനും കൂടി പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 5 മണിക്ക് എഴുന്നേൽക്കുന്നത്. ഞാൻ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ 5 മണിക്ക് എഴുന്നേറ്റ് എല്ലാ ജോലിയും ഒതുക്കി 7 മണിയാകുമ്പോഴത്തേന് എല്ലാം അടുക്കളയിലെ എല്ലാം ഒതുക്കും. പിന്നെ ഒരു 8 മണിയാകുമ്പോഴത്തേന് നീലൂസിനെ റെഡിയാക്കും. 8:20 ആകുമ്പോൾ നീലൂസ് പോവും. പിന്നെ എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ ഈ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ ഞാൻ എഡിറ്റ് വെക്കും കേട്ടോ. ലഞ്ച് ബോക്സ് വീഡിയോയും പിന്നെ എന്താ പറയുക വ്ളോഗിൻ്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കും. പിന്നെ കാപ്പി കുടിച്ചിട്ട് ചേട്ടായി ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേന് പോവും. അത് കഴിയുമ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ കുറച്ച് പാത്രം കഴുകാനൊക്കെ കാണുമായിരിക്കും. അതൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് തുണി കഴുകാനായിട്ട് ഇറങ്ങും. പെരയ്ക്കകം തൂക്കും. പിന്നെ പാത്രങ്ങളുണ്ടെങ്കിൽ പാത്രം കഴുകി വയ്ക്കും. എന്നിട്ട് ഞാൻ നേരെ പോയി കുളിക്കും. കുളിച്ചിട്ട് നിൽക്കുമ്പോഴത്തേനും നീലൂസ് വരും. അങ്ങനെയാണ് എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ. ഇനി വരും ദിവസങ്ങളിൽ അതിന് മാറ്റം വരുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ചേട്ടായി ഒരു 6:30 ആയപ്പോഴത്തേനും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടായി ഇവിടുന്ന് പത്രമൊക്കെ വായിക്കുന്നു. പിന്നെ ചേട്ടായിക്കുള്ള കാപ്പിയൊക്കെ റെഡിയാക്കാം. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. പിന്നെ
അതാ ഇപ്പോഴാട്ടോ കാപ്പി ഇട്ടത്. അപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്തോ പറയണം, എന്താണ് പറയേണ്ടത് പറയേണ്ടാത്തത് എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ എന്തൊക്കെയോ കിടന്ന് വലവലാ പറയുന്നത്. ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും വൃത്തികേടുണ്ടോ അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്തോ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.